ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനമുന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPM BJP അന്തർധാരയുണ്ടെന്ന രാഹുലിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. രാഹുൽ ഗാന്ധി കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തയാളാണെന്നും ഒരു അഖിലേന്ത്യാ നേതാവിന് വേണ്ട പ്രാദേശിക പ്രവർത്തകന്റെ വിവരക്കേട് പോലും അദ്ദേഹത്തിനില്ലെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പരിഹസിച്ചു. ഒരു അഖിലേന്ത്യാ നേതാവാണല്ലോ, പക്ഷേ സാധാരണ പ്രാദേശിക നേതാവിൻ്റെ കാര്യവിവരം പോലും ഇല്ല എന്നാണ് വസ്തുത. ഒരു കാര്യവും നേരെ ചൊവ്വേ മനസ്സിലാക്കാൻ തയ്യാറാകില്ല, കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. ഇത്രമാത്രം അധപ്പതനം എങ്ങനെയാണ് കോൺഗ്രസ്സുകാരാകെ സർവാദരണീയനായ നേതാവെന്ന് കാണുന്ന ഒരു നേതാവിനുണ്ടാകുന്നത് എന്ന് ഒരു തരത്തിലും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ്. രാഹുൽ ഗാന്ധിയും ഇന്ത്യയിലെ കോൺഗ്രസും രാജ്യത്തെ BJPയുടെ B ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനുതകുന്ന സമീപനമാണ് രാഹുൽ ഗാന്ധി എല്ലായിടങ്ങളിലും സ്വീകരിക്കുന്നത്. കോൺഗ്രസും രാഹുൽ ഗാന്ധിയും BJPയുടെ B ടീമായാണ് പ്രവർത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ചോദിച്ച കോൺഗ്രസ് നിലപാട് ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോൺഗ്രസുകാർ സർവാദരണീയനായി കാണുന്ന ഒരു നേതാവിന് ഇത്രമാത്രം അധപ്പതനം എങ്ങനെയുണ്ടായെന്ന് മനസ്സിലാകുന്നില്ല. കാര്യങ്ങൾ നേരെ ചൊവ്വേ മനസ്സിലാക്കുവാൻ രാഹുലിന് സാധിക്കുന്നില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. കെജ്രിവാളിനെ കോടതി കുറ്റവിമുക്തനാക്കിയതോടെ BJPയുടെയും രാഹുൽ ഗാന്ധിയുടെയും മുഖത്തേറ്റ അടിയാണത്. ഈ അനുഭവത്തിൽ നിന്നെങ്കിലും പാഠം പഠിക്കുവാൻ രാഹുൽ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർക്കുലറിൽ BJPയുടെ സീൽ വന്ന സംഭവത്തെ വിമർശിച്ചവർക്കെതിരെ കേസെടുത്ത പോലീസ് നടപടിയെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞു. ജനാധിപത്യ സംവിധാനത്തിൽ വിമർശനം പാടില്ലെന്ന നിലപാട് ശരിയല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖയിൽ ഒരു പാർട്ടിയുടെ സീൽ വന്നത് അവിശ്വസനീയമാണ്. ഇതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫലപ്രദമായി ഇടപെടണം. ഈ വിഷയത്തിൽ പോലീസ് സ്വമേധയാ കേസെടുത്തതല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാകാം നടപടിയെന്നും അദ്ദേഹം വിശദീകരിച്ചു. അതേസമയം CPM MLA U പ്രതിഭയ്ക്കെതിരെ നടന്ന വ്യക്തിഹത്യ മനോവൈകൃതമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇരുന്ന വേദിയിലാണ് അങ്ങേയറ്റം തെറ്റായ വിമർശനം ഉണ്ടായതെന്നും പൊതുരംഗത്തുള്ള സ്ത്രീകളെ അപമാനിക്കുന്ന രീതി ആർക്കും ചേർന്നതല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. G. സുധാകരന്റെ സമീപകാല നിലപാടുകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം ഇപ്പോൾ പുതിയ ക്യാമ്പിലാണെന്നും ആ ക്യാമ്പിന്റെ വാദങ്ങളാണ് ഉയർത്തുന്നതെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി.